ഹലോ, ഇന്നൊരു ട്രാവൽ വീഡിയോ ആണേ. നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോവുകയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിലുള്ള റൈഡൽ കേവിലേക്കാണേ. രാവിലെ തൊട്ട് തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മൂടിയ ക്ലൈമറ്റ് ആണെങ്കിലും കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ സൈഡിൽ കാണുന്ന ലേക്കാണേ. അവിടെ ബോട്ടിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ റൈഡൽ കേവിലേക്ക് പോകുന്നത്. മുമ്പോട്ട് പോകുന്തോറും മഴ നല്ല ശക്തിയായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇത് റൈഡൽ കേവിന്റെ എൻട്രൻസ് ഭാഗമാണേ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി. അവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വെഹിക്കിൾ ആക്സസ് ഇല്ല മുകളിലേക്കെന്ന്. നമുക്ക് അവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നു വേണം മേളിലേക്ക് പോകാൻ. മഴയാണെങ്കിലും മനസ്സൊട്ടും മടിച്ചില്ല, ഞങ്ങൾ മേളിലേക്ക് നടന്നു. ശരിക്കും നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന അതേ ഫീലായിരുന്നു. മരങ്ങളാണെങ്കിലും വഴികളാണെങ്കിലും എല്ലാം ഒരേപോലെ തോന്നി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കാനുണ്ടായിരുന്നു. ഈ താഴേക്ക് കാണുന്ന വഴി ലേക്കിലേക്കുള്ള വഴിയാണ്. മേളിലേക്കായിരുന്നു റൈഡൽ കേവിലേക്കുള്ള വഴി. അതുവഴി പോകുമ്പോൾ നമുക്ക് സൈഡിൽ കൂടെ ലേക്കിൻ്റെ കാഴ്ചകളെല്ലാം തന്നെ കാണാൻ പറ്റുമായിരുന്നു. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളെല്ലാം കാണാൻ സാധിക്കും. നല്ല ഭംഗിയാട്ടോ ഇതൊക്കെ നേരിട്ട് കാണാനായിട്ട്. മുമ്പോട്ട് പോകും തോറും വഴിയൊന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല, എന്നാലും നടക്കാൻ രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കയറി ചെന്നപ്പോഴാണ് കേട്ടോ നമ്മളിത് കണ്ടത്. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ എല്ലാം ഒഴുകി വരുന്ന കാണാനായിട്ട്. അങ്ങനെ ഒരു വലിയ കയറ്റം കയറി ചെല്ലുന്ന ഈ കേവിലേക്കാണേ. ഇത് മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു കേവാണേ. നല്ല ഭംഗിയാണ് കേട്ടോ പുറമേ കാണാനായിട്ട്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അകത്തേക്ക് പോകാനായിട്ട് ചെറിയ ചെറിയ കല്ലുകളുണ്ടായിരുന്നു. അതേ ചവിട്ടി നമ്മൾ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ കേവിൻ്റെ ഒരു സൈഡിൽ മാത്രം അത്യാവശ്യം നല്ല ആഴത്തിലുള്ള വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. മുമ്പോട്ട് പോകുന്തോറും നല്ല ഇരുട്ടും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പാറയുടെ ഇടയിൽ കൂടെ നിന്നെല്ലാം നല്ല രീതിയിൽ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. കേവിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ഉള്ള വ്യൂ പോയിന്റ് ആണ് ഇത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി വന്ന് നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്.